ഏവർക്കും നമസ്കാരം, പ്രണാമം. ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണെന്നറിയണം. അപ്രകാരം അറിഞ്ഞ് ജീവിക്കണം. ഈ ജീവിതം വീണ്ടും തിരിച്ചു വരുന്നൊരവസ്ഥയിലേക്ക് പോയാൽ വീണ്ടും വീണ്ടും വരികയും പോകുകയും ചെയ്യുന്നതാണ് ജീവിതം എന്നോർക്കണം. ആയത് ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള വൈകല്യങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാന ക്രിയകളിലുള്ള പോരായ്മകളും കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വരികയും പോവുകയും ചെയ്യുന്നതെന്നറിയണം. ശുദ്ധമായിട്ടുള്ളൊരു ജീവിതം നയിക്കണം ഏവരും. അപ്രകാരം മുന്നോട്ട് പോയാൽ ശുദ്ധിയോട് കൂടിയിട്ടുള്ളൊരു ജീവിതചര്യ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് പോകുന്നതും ശുദ്ധിയോട് കൂടിയിട്ടുള്ളൊരവസ്ഥയിലൂടെ നമുക്ക് ഇവിടെ വിട്ടു പോകുവാനായിക്കൊണ്ട് സാധിക്കും. ആയതിൽ പൂർണ്ണത വരുന്നതോടുകൂടി നമുക്ക് വീണ്ടും ഇവിടേക്ക് വരേണ്ടതായിട്ടില്ല. അപ്രകാരമുള്ളൊരു അനുഷ്ഠാന രീതിയിലൂടെ പല വട്ടങ്ങളിൽ എന്നതായാലും നമുക്ക് അപ്രകാരം കുറേശ്ശെ എങ്കിലും നമുക്ക് ക്രമേണ ഇവിടെ നിന്ന് നമുക്ക് മുക്തിയിലേക്ക് പ്രവേശിക്കുവാനായിക്കൊണ്ട് സാധിക്കും. മുക്തിക്കുതകുന്ന ജീവിത രീതി, ജീവിതചര്യ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ആയതിൽ ധർമ്മനിഷ്ഠയും സത്യനിഷ്ഠയും ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നറിയണം. അപ്രകാരമുള്ള മാർഗങ്ങൾ തേടി അപ്രകാരമുള്ള മാർഗങ്ങളിലൂടെയാവണം ജീവിതം. നല്ലതിലേക്കായിക്കൊണ്ട് ശ്രദ്ധിക്കണം. നല്ലതിലേക്കായിക്കൊണ്ട് നയിക്കുന്ന ജീവിതമാവണം ഏവരുടെയും ജീവിതം അപ്രകാരമായി തീരണം. നല്ലത് നമ്മൾ അനുഷ്ഠിക്കുകയും നല്ല മാർഗങ്ങൾ തേടുകയും തിരയുകയും ചെയ്യുക. അപ്രകാരം നല്ലതിലെത്തിച്ചേരും. നല്ലതെന്നാൽ യുക്തിയും വ്യക്തിയും ആയതിൽ നിഷ്ഠയോട് കൂടിയിട്ടുള്ളതാവണം. അപ്രകാരമുള്ളൊരു ചര്യ തിരഞ്ഞെടുത്താൽ നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്നേക്കുമായിട്ടുള്ള രക്ഷ ആയതിൽ നിന്ന് ഉണ്ടായി വരും. എപ്രകാരമുള്ള ജീവിതമായിരുന്നാലും ഇന്ന് അനുഷ്ഠിക്കുന്ന നല്ല പ്രവൃത്തികൾ നാളെ ഒരു ജന്മമുണ്ടെങ്കിൽ അപ്രകാരം അല്പം കൂടി നല്ലതായിട്ടുള്ള ജീവിതചര്യ നമ്മളെ തേടിയെത്തും. നമ്മൾ ചെയ്യുന്ന ദുഷ്കർമ്മ പ്രവൃത്തികളെല്ലാം നമ്മൾക്ക് വീണ്ടും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയിലൂടെ വീണ്ടും നമ്മൾ ജനിക്കും. ആയതറിഞ്ഞു ജീവിക്കുക ഏവരും. നമസ്കാരം.